ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൂക്കുപാലാണ് കണ്ടത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം നമ്മൾ ദബാബ് ഓടിക്കാൻ പോവാണ് കേട്ടോ. ദബാബ് ഓടിക്കുന്ന സ്ഥലം ഇവിടെ ജറൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ്. നല്ല പ്ലേസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. 2 മാസം മുമ്പ് റിയാദിൽ നിന്ന് അളിയനും ഫാമിലി വന്നപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ദബാബ് ഓടിക്കാൻ. അതിൻ്റെ കുറച്ച് വീഡിയോകൾ ഞങ്ങളുടെ അടുത്തുനിന്ന് മിസ്സായി. അത് കാരണം അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അന്നത്തെ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അന്ന് അവരുടെ അളിയൻ്റെ വണ്ടി 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടിയാണ്, നിസാൻ. ആ വണ്ടി ഞങ്ങൾ മല മുകളിലേക്ക് ഓടിച്ച് കയറ്റി. അതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ താഴത്ത് മാത്രമേ ഓടിക്കുന്നുള്ളൂ. നമ്മളവിടുന്ന് അങ്ങോട്ട് കയറിയാൽ തന്നെ കാണാം സുഡാനികൾ വണ്ടികൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി റോഡ് സൈഡിലുണ്ടാവും. അവരിങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറ്റിയ സ്ഥലത്ത് നിർത്തിയിട്ട് 2-3 ടീമിനോട് ചോദിക്കണം. റെൻറ്റ് ഒക്കെ ചോദിച്ച് നോക്കിയിട്ട് ഏറ്റവും കുറവുള്ള നമുക്ക് പറ്റുന്ന രീതിയിലുള്ളടത്ത് എടുക്കാം. ആദ്യം തന്നെ വന്ന് കയറിനടുത്ത് എടുത്തു കഴിഞ്ഞാൽ അവർ പൈസ കൂടുതലാണ് പറയാം. അപ്പോൾ 2-3 ആളടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് മനസ്സിലാവും. നമ്മളെന്തായാലും 3 വണ്ടി എടുത്തിട്ടുണ്ട്. 3 വണ്ടി ഓടിക്കാൻ തുടങ്ങുകയാണ് കുട്ടികൾ. റോഷ്മോനും ടീമും അവിടുന്ന് വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം ബാക്കി വണ്ടിയോടെ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാനും റിയു ഒരു വണ്ടിമ്മയാണ്. ഞാൻ ആ മലമുകളിൽ നിന്ന് നേരെ താഴത്തോട്ട് ചാടിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് റിയു ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഓടിക്കണുള്ളൂ കേട്ടോ. വേറെ വണ്ടി എടുത്തോ? അപ്പോൾ നമുക്ക് സാദിൻ്റെ പുറകെ കയറിയിട്ട് ആ കുന്നിൻ്റെ മുകളിലേക്ക് പോവാം. അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വണ്ടി നമ്മളിങ്ങനെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വണ്ടി ചാടിക്കുന്ന നല്ല ഒരു രസമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
പിന്നെ വണ്ടികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയെടുക്കണം. ചില വണ്ടി പുതിയതും പഴയതൊക്കെ ഉണ്ട്, പവറുള്ളതും പവറില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പവറുള്ള വണ്ടി നോക്കിയെടുക്കണം, എന്നാലേ നമുക്ക് നല്ല സ്പീഡിൽ ഫാസ്റ്റായിട്ട് ഓടിക്കാനും റൈസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഒരു പിള്ളേർ ചെറുപ്പം മുതൽ ഓടിക്കുന്നതുകൊണ്ട് സാധനം ഭയങ്കര എക്സ്പെർട്ടാണ്. അവൻ ഭയങ്കര സ്പീഡിലാണ് അവൻ ഓടിക്കുക. അപ്പം ഇനി ഇരുട്ടായി, നമ്മൾ നിർത്താൻ പോവാണ്. ഒരു വണ്ടികൾ അവരുടെ ഗോഡൗണിലേക്ക് മാറ്റി തുടങ്ങി. അവരിങ്ങനെ 3-4 വണ്ടികൾ ഒരുമിച്ച് കെട്ടി ലൈനാക്കിയിട്ടാണ് അവരുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അവിടുത്തെ പോകുന്നു. ഇവിടെ ആ റൗണ്ട് അബൌട്ടിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കട ഉണ്ട്. കടയല്ല, മാർക്കറ്റ്, അതായത് വഴിവാണിപ്പം. ഇവിടെ ഈ എല്ലാ ഫ്രൂട്ട്സുകളും കിട്ടുന്നുണ്ട്. ഇവിടെ അസയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളി, അതുമാതിരി ഉള്ളി, പിന്നെ ഷമാമ്, അതുമാതിരി തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണിക്കണ വീഡിയോ കാണിക്കാം. നാട്ടിലൊരു തരം ഓമരപ്പുഴ ഉണ്ടാവും. ചെറുപ്പത്തിലേ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ഓമരപ്പുഴിനെ കടിച്ചു നീ. അതിൻ്റെ മാതിരി അല്ല കേട്ടോ, അത്ര ചവർപ്പൊന്നുമില്ല, അത് മധുരമുള്ള. ഇതൊരു തരം പഴമാണ് കേട്ടോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കാരണം 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് കറുത്തിട്ടും ഒന്ന് ഏകദേശം ഒരു ഗ്രീൻ ബ്രൗൺ കളറായിട്ടും ഒന്ന്. ടേസ്റ്റ് മധുരമാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ തണ്ണിമത്തനം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെങ്കിൽ. തണ്ണിമത്തം അവർ പറയുന്നത് ഭയങ്കര മധുരം എന്നാണ് പറയുന്നത്. നല്ല വിലയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഉള്ളിക്കൊക്കെ ഒരു സെല്ലൊക്കെ 60 റിയാലുണ്ട്. ഈ തണ്ണിമത്തന് തന്നെ 25 റിയാലാണ് അവർ പറയുന്നത്. എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് അറിയില്ല, ഒന്ന് നോക്കി നോക്കാം എന്തായാലും കട്ട് ചെയ്ത്. ഓറഞ്ച് കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കളറ് കാണാൻ. ഇനി നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ട്. മധുരമില്ല, ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാതിരി ഷെയർ ചെയ്യണം, എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം, നമ്മുടെ സ്ഥലം പരിചയപ്പെടുത്തണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം യഥാസമയത്ത് കാണാൻ കഴിയും. ഓക്കെ, ബായ്.